Hello dear students, welcome to Madrood. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ കുറഞ്ഞ ടോപ്പിക്സ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഷിഫ്റ്റിംഗ് ഗ്രാഫ്സ്. ഗ്രാഫ്സിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹൗ ടു ഷിഫ്റ്റ് എ ഗ്രാഫ്. ഒരു ഗ്രാഫിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വെക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് ഒരു ഫംഗ്ഷൻ ഉണ്ട്, y=f(x) എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ ഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അതിന്റെ ഗ്രാഫ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ഗ്രാഫിന് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് മുകളിലേക്ക് ഉയർത്തണം, ഒന്ന് സ്ട്രെയിറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തണം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക, we add a positive constant to the right hand side of the formula y=f(x). അതായത് y=f(x) എന്നുള്ള ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫ് മുകളിലേക്ക് പോകും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഫംഗ്ഷൻ ഏതാണ്, y=x² എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, അതായത് f(x)=x² എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. ഇതിന്റെ ഗ്രാഫ് നമുക്കറിയാലോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാണ് y ആക്സിസ്, ഓക്കെ, ഇതാണ് x ആക്സിസ്. ഓക്കെ, നോക്കൂ, y=x² ഗ്രാഫ് നമ്മൾ കറക്റ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം. അതാണ് അതിന്റെ ഒറിജിനൽ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെ ഞാൻ ഈ റെഡിൽ ഡ്രോ ചെയ്തതാണ് ഈ ഒറിജിനൽ ഗ്രാഫ്, y=x² എന്നുള്ള ഗ്രാഫ്. ഓക്കെ, ഇത് നോക്കൂ, ഇതിന്റെ മുകളിലേക്ക് കുറെ ഗ്രാഫ് ഇങ്ങനെ കാണാം. ഓക്കെ, നോക്കൂ, ഇതാണ് അപ്പൊ നമ്മുടെ ഞാനിപ്പോ ഇവിടെ ഈ ഡ്രോ ചെയ്ത ഇതാണ് നമ്മുടെ ഒറിജിനൽ y=x² എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണും y=x². ഇനി നോക്കൂ, ഈ y=x²ന്റെ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഒരു 1 ആഡ് ചെയ്തു. അപ്പൊ നോക്കൂ, അതിന്റെ ഗ്രാഫ് വരുന്ന ഇതിന്റെ തൊട്ട് മേലെ 1ലൂടെയാണ് പാസ് ചെയ്യുന്നത്, കണ്ടില്ലേ? അപ്പൊ ആ ഗ്രാഫ് എവിടെ എത്തി, കുറച്ച് മേലെ കൂടെ പോയിട്ട് ഇവിടേക്ക് എത്തി. അതാണ് y=x² + 1. ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 കൂട്ടിയപ്പോൾ അത് എന്ത് ചെയ്തു, കുറച്ച് മേലേക്ക് പോയി. ഓക്കെ, 1ലൂടെ പോയി. ഇനി നോക്കൂ, അത് y ആക്സിസിലെ 2ലൂടെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ ഒരു 2 ആഡ് ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടെ മുകളിലേക്ക് പോകും. അപ്പൊ നമ്മൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഇങ്ങനെ പോകും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ച ഐഡിയ. ഓക്കെ, അപ്പോ y=x² + 1ന്റെ ഗ്രാഫ് നമ്മൾ കാണിച്ചതാ, കുറച്ചൊന്ന് മുകളിലേക്ക് പോകും ഗ്രാഫ്. ഓക്കെ, അപ്പൊ അത് 1 യൂണിറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫംഗ്ഷനെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് താഴ്ത്താൻ പറ്റും, താഴേക്ക് കൊണ്ടുവരാൻ പറ്റും, സ്ട്രെയിറ്റ് ഡൗൺ ആക്കാൻ പറ്റും. എങ്ങനെ, we add a negative number or negative constant to the right hand side of the formula y=f(x). നമ്മുടെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു നെഗറ്റീവ് കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കൂ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ y=x²ന്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു -2 ആഡ് ചെയ്തു. നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണല്ലോ ആഡ് ചെയ്തത്, -2 ആഡ് ചെയ്തു. അപ്പൊ എന്തായി, y=x² -2 ആയി. അപ്പൊ നോക്കൂ, ഫംഗ്ഷന്റെ ഗ്രാഫ് താഴേക്ക് വന്നിട്ടില്ലേ? ഓക്കെ, അല്ല, -2ലൂടെയാണ് പാസ് ചെയ്യുന്നത്. താഴത്തെ y ആക്സിസില് -2ലൂടെയാണ് ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് എന്ത് ചെയ്യും, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നെഗറ്റീവ് കോൺസ്റ്റന്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ താഴേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആയി പോകും. ഓക്കെ, ഇനി നമ്മൾ എക്സാമ്പിൾ 2ൽ പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ആഡിങ് -2 to the right hand side of the formula y=x² to get y=x² -2 എന്ന് പറഞ്ഞാൽ y=x²ന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, -2 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, x² -2 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, y=x² -2 എന്ന് പറയുമ്പോൾ താഴേക്കാണ് ഗ്രാഫ് പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ കാര്യം. അപ്പോൾ 2 യൂണിറ്റ് ഡൗൺ ആവും എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകും. അപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ ഫോർമുലന്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ആഡ് ചെയ്ത മുകളിലേക്കും നെഗറ്റീവ് ആഡ് ചെയ്ത താഴേക്കും പോകും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. ഇപ്പൊ നമ്മൾ മുകളിലേക്കും താഴേക്കും ഗ്രാഫിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഗ്രാഫിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ടു ഷിഫ്റ്റ് ദ ഗ്രാഫ് ഓഫ് y=f(x) to the left. നമുക്ക് ലെഫ്റ്റിലേക്ക് നീക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, we add a positive constant to x. ഓക്കെ, എക്സിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യാം, പോസിറ്റീവ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഫംഗ്ഷന്റെ ഫോർമുലേന്റെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞ എന്താണ്, എക്സിന്റെ കൂടെ പോസിറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്കാണ് പോവുക. നിങ്ങൾ ഓർത്തിരിക്കുക, പോസിറ്റീവ് ആഡ് ചെയ്താൽ ലെഫ്റ്റിലേക്ക് പോകും. അത് എക്സിന്റെ കൂടെ ആഡ് ചെയ്യണം.
ഫംഗ്ഷന്റെ കൂടെയല്ല. അതിന്റെ ഐഡിയ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നോക്കൂ, y = x² നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതില് എക്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, +3 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക എന്ന് പറയുമ്പോൾ y = എക്സിന്റെ കൂടെ +3 ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ എക്സിന്റെ സ്ക്വയർ അല്ലേ, ഇവിടെ x+3 ആക്കിയിട്ട് സ്ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സിന്റെ കൂടെ +3 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷന്റെ സ്ക്വയർ ആക്കുന്നത്. നേരത്തേത് അങ്ങനെയല്ലായിരുന്നു. നേരത്തേതിൽ x² കൂടെ വെറും 3 ആഡ് ചെയ്യുക അല്ലെങ്കിൽ 2 ആഡ് ചെയ്യുക. ഈ x² + 3ഉം x+3² മാറ്റുണ്ട്. രണ്ടും രണ്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന്റെ കൂടെ പോസിറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് നീങ്ങും. അതിനൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഈ നോക്കൂ, y = x² ഗ്രാഫ് ഏതാണ് ഇതില്, y = x² ഗ്രാഫ് ഇതാണ് ഒറിജിനൽ ഗ്രാഫ്. ഓക്കെ, ഞാൻ ഈ റെഡിൽ ഇവിടെ ഡ്രോ ചെയ്തതാണ് ഒറിജിനൽ y = x² ഗ്രാഫ്. നമ്മൾ അതിലേക്ക് +3 ആഡ് ചെയ്യുമ്പോൾ എക്സിലേക്ക് +3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താവും, ലെഫ്റ്റിലേക്ക് നീങ്ങും. നമുക്ക് x+3² ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇതാണ് ഗ്രാഫ്. കണ്ടില്ലേ, -3 എന്നുള്ള പോയിന്റിലൂടെയാണ് ഈ ഗ്രാഫ് പാസ് ചെയ്യുക. ഓക്കെ, x ആക്സിസിലെ -3 ടച്ച് ചെയ്തിട്ടാണ് ഈ ഗ്രാഫ് പാസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കൂ, +3 എക്സിനോട് കൂടെ ആഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നീങ്ങി. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, റൈറ്റിലേക്ക് നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എക്സിനോട് കൂടെ ഒരു നെഗറ്റീവ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സിനോട് കൂടെ നെഗറ്റീവ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ എക്സാമ്പിൾ എന്താണ്, y = x² കൂടെ ഞാൻ എന്ത് ചെയ്തു, -2 ആഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്തായി, ആഡിങ് -2 to x in y = x². y = x² എക്സിന്റെ കൂടെ -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, x -2 ആഡ് ചെയ്യുമ്പോൾ x -2 ആയി. പിന്നെ എന്ത് ചെയ്യുക, സ്ക്വയർ എടുക്കുക, കാരണം ഇവിടെ സ്ക്വയർ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, x -2² എന്ന് കിട്ടാം. അപ്പൊ -2 ആഡ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ പോവാ, അത് റൈറ്റ് സൈഡിലേക്കാണ് പോവാ. ഓക്കെ, നോക്കുക, ഇവിടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. y = x -2² ഗ്രാഫ് ഇതാ ഈ ബ്ലൂ കളറിലെ ഗ്രാഫാണ്. അപ്പൊ അത് റൈറ്റിലേക്കാണ് മൂവ് ചെയ്തത്. ഇപ്പോഴുള്ള y = x² റൈറ്റ് സൈഡിലേക്ക് മൂവ് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫിൽ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒക്കെ ഒരുമിച്ചുള്ള ഒരു ഫംഗ്ഷന്റെ ഐഡിയ നോക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഏതാണ്, y = x - 2 whole cube -2. ഓക്കെ, x - 2 whole cube -2 എന്നുള്ള ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നോക്കൂ, നിങ്ങൾ ഇവിടെ ക്യൂബ് കണ്ടാൽ മനസ്സിലാക്കുക അത് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫിനാണ് ഷിഫ്റ്റ് ചെയ്തത്, ഗ്രാഫ് ഓഫ് y = x³ y = x³ എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫിനെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോമിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് x³ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്താ കിട്ടുക, ഇതാണ് y ആക്സിസ്, x ആക്സിസ്. x³ ഗ്രാഫ് ഇതാണ് x³ ഗ്രാഫ്. കണ്ടില്ലേ, y = x³ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് നോക്കൂ, എക്സിന്റെ കൂടെ -2 ആഡ് ചെയ്ത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഫംഗ്ഷൻ എങ്ങോട്ട് മാറി, -2 എക്സിന്റെ കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് റൈറ്റ് സൈഡിലേക്കല്ല നീങ്ങാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സിന്റെ കൂടെ മൈനസ് ആഡ് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് നീങ്ങും. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്, ഈ ഗ്രാഫിനെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. കാരണം എന്താ, 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ -2 ആണ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ -2 ആഡ് ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് നീങ്ങി, 2 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് നീങ്ങി. ഇനി ഇവിടെ വേറൊരു -2 കൂടെ കാണാം. ഓക്കെ, അത് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട്, അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂബാണ്, ആ ക്യൂബ് കഴിഞ്ഞിട്ട് പുറത്താണ് -2 ഉള്ളത് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്, അങ്ങനെ -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്താണ്, ഫംഗ്ഷന്റെ റൈറ്റ് സൈഡിലാണ് ആഡ് ചെയ്തതെങ്കിൽ എങ്ങോട്ടാ പോവുക, താഴേക്കാ പോവുക. എക്സിനോട് കൂടെ മൈനസ് ആഡ് ചെയ്ത റൈറ്റ് സൈഡിലേക്ക് പോകും, എക്സിനോട് കൂടെ പ്ലസ് ആഡ് ചെയ്ത ലെഫ്റ്റിലേക്ക് പോകും. എക്സിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്ത് റൈറ്റ് സൈഡിൽ നെഗറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകും, പോസിറ്റീവ് ആഡ് ചെയ്ത് മേലേക്ക് പോകും. ഇപ്പൊ ഇവിടെ ഈ മൈനസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവാ, എക്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് താഴേക്കാ പോവാ. അപ്പൊ നോക്കൂ, ഈ റെഡ് ഫംഗ്ഷൻ എന്ത് ചെയ്തു, 2 യൂണിറ്റ് താഴേക്ക് പോയി. കണ്ടില്ലേ, പുതിയ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഈ റെഡ് ഫംഗ്ഷന്റെ ഗ്രാഫിനെ 2 യൂണിറ്റ് ഇതാ ഇവിടെ കണ്ടില്ലേ, കറക്റ്റ് 2 യൂണിറ്റ്, ഇത് 1 യൂണിറ്റ് 2 യൂണിറ്റ് കണ്ടില്ലേ, y ആക്സിസിൽ 2 യൂണിറ്റ് താഴേക്ക് ഇവിടെ പോയിട്ടുണ്ട് ഗ്രാഫ്. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം റൈറ്റ് സൈഡിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ താഴേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്.
അതേപോലെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ y = x+1 ഹോൾ ക്യൂബ് പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അതിന്റെ ഐഡിയ എന്തായിരിക്കും? എക്സിനോട് കൂടെ +1 ആഡ് ചെയ്യുന്നത് എന്താണ്? അത് ലെഫ്റ്റിലേക്ക് 1 യൂണിറ്റ് മൂവ് ചെയ്തു. ആദ്യം ലെഫ്റ്റിലേക്ക് 1 യൂണിറ്റ് മൂവ് ചെയ്തു, പിന്നെ +3 ആഡ് ചെയ്യുന്നത് എന്താണ്? എക്സിന്റെ പുറത്താണ്, അപ്പൊ അത് മുകളിലേക്ക് പോയി. അപ്പൊ ലെഫ്റ്റിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം 1 യൂണിറ്റ് ഇവിടേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ 1 2 3 ഉണ്ടല്ലേ? അപ്പൊ ഇത് എവിടെയൊക്കെ വരിക? ഇതും ഈ രണ്ട് പോയിന്റ്സും ലെഫ്റ്റിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു, മുകളിലേക്ക് 3 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത പോയിന്റിലൂടെയാണ് നമ്മളെ ഈ പോയിന്റ് മൂവ് ചെയ്യുക, കടന്നു പോവുക. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ, ഇതാണ് y = x+1 ഹോൾ ക്യൂബ് പ്ലസ് 3 ന്റെ ഷിഫ്റ്റിംഗ്. ഓക്കെ, ഇതാണ് എക്സ് ക്യൂബിന്റെ ഈ രൂപത്തിൽ ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ഓക്കെ, ഗ്രാഫിന്റെ നിങ്ങൾ നോക്കേണ്ടത് ഗ്രാഫിന്റെ ഷേപ്പിൽ ഒരു മാറ്റവും വരില്ല, പക്ഷെ അതിങ്ങനെ മൂവ് ചെയ്യും, റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് താഴേക്കൊക്കെ മൂവ് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിളിന്റെ ഇക്വേഷനെ കുറിച്ചാണ്. ഓക്കെ, ദി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദി സർക്കിൾ ഓഫ് റേഡിയസ് എ സെന്റേർഡ് അറ്റ് ദി പോയിന്റ് h, k. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ നോക്കൂ, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ എന്താണ്? h, k എന്നുള്ള പോയിന്റ് ആണ്. കാരണം നമ്മളൊരു പ്ലെയിനിലാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഒരു x കോർഡിനേറ്റ് ഒരു y കോർഡിനേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ x കോർഡിനേറ്റ് h ആണ്, y കോർഡിനേറ്റ് k ആണ്. അപ്പൊ സെന്റർ hk ആയിട്ടുള്ള റേഡിയസ് a ആയിട്ടുള്ള ഒരു സർക്കിളിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ സർക്കിളിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്: x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ = a². ഓക്കെ, അപ്പൊ സെന്റർ h ഉം k ഉം ആയിട്ട് a റേഡിയസ് ഉള്ള ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ഏതാണ്? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ = a² എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കാണാതെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഈ സെന്റർ 0 0 ആണെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണല്ലോ സെന്റർ. ഇത് സെന്റർ ആയിട്ട് a റേഡിയസ് ഉള്ള സർക്കിൾ ആണെങ്കിലോ എന്നാൽ നമ്മൾ h ഉം k ഉം സെന്റർ എന്ന് പറയുമ്പോൾ ഒറിജിൻ 0 0 ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? x - 0 h 0 ആവും സ്ക്വയർ പ്ലസ് y - 0. ഓക്കെ, k ഉണ്ടാവും, k ഉം h ഉം 0 ആവും. അപ്പൊ k 0 ആവുമ്പോൾ y - 0 ഹോൾ സ്ക്വയർ = a². എന്ന് പറഞ്ഞാൽ x - 0 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. അപ്പൊ x² പ്ലസ് y - 0 എന്ന് പറയുമ്പോൾ y തന്നെയാണ്, y² = a². അപ്പൊ സെന്റർ 0 0 ആണെങ്കിൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? x² പ്ലസ് y² = a² എന്നുള്ള ഫോമിലേക്ക് മാറും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ സർക്കിൾ x² പ്ലസ് y² = 25 ഈ ഷിഫ്റ്റഡ് 2 യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ്. നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? x² പ്ലസ് y² = 25 എന്നുള്ള സർക്കിളാണ്, സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി നോക്കുക. എക്സിന്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? x - 0 സ്ക്വയർ പ്ലസ് y ന്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞാൽ y - 0 എന്ന് എഴുതിക്കൂടാ അതിനെ. ഓക്കെ, സ്ക്വയർ = ഇത് a² ആണ് എന്ന് പറഞ്ഞാൽ a² എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. 25 ആരുടെ സ്ക്വയർ ആണ്? 5ന്റെ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ 25 നെ 5² എഴുതാം. അപ്പൊ നോക്കൂ, x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k സ്ക്വയർ = a² ഫോമിലായി ഇത്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫോമിലായി. ഇത് നോക്കൂ, ഈ ഇക്വേഷനെ ഈ സർക്കിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതേപോലെ 3 യൂണിറ്റ് മുകളിലേക്ക് അപ്പിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരേ സമയം 2 യൂണിറ്റ് ലെഫ്റ്റിലേക്കും 3 യൂണിറ്റ് മുകളിലേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? x+2 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ = 25 എന്നായിട്ട് മാറും. ഓക്കെ, നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 2 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ +2 നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ എക്സിന്റെ കൂടെ +2 ആണ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന്റെ കൂടെ +2 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ x² പകരം x+2 സ്ക്വയർ എന്ന് എടുത്തു. ഓക്കെ, പ്ലസ് പിന്നെ y എന്ത് മാറ്റം വരും? നമ്മൾ 3 യൂണിറ്റ് മുകളിലേക്കാണ്. y ആക്സിസിൽ നോക്കൂ, ഇത് y അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ 3 യൂണിറ്റ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ അത് y ആക്സിസിലേക്കല്ലേ മാറുന്നത്. ഓക്കെ, അപ്പൊ 3 യൂണിറ്റ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ y മൈനസ് നമ്മൾ എന്തായിട്ട് വരിക? 3 യൂണിറ്റ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ 3
y minus 3 whole square equal to പിന്നെ നമ്മളെ ഇക്വേഷന്റെ റൈറ്റ് സൈഡ് റേഡിയസ് അവിടെ മാറുന്നില്ല 25 തന്നെ ഇവിടെയുള്ള 25 എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഐഡിയ. 2 യൂണിറ്റ് മുകളിലേക്കും 2 യൂണിറ്റ് ലെഫ്റ്റിലേക്കും 3 യൂണിറ്റ് മുകളിലേക്കും സർക്കിൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ ഫോമിലേക്ക് വരും. നിങ്ങൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? മൈനസ് എച്ച് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുക. ഓക്കെ, മൈനസ് എച്ച് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ എച്ച് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൈനസ് കെ ഈക്വൽ ടു -3 എന്ന് കമ്പയർ ചെയ്യുമ്പോൾ കെ ഈക്വൽ ടു 3 എന്നല്ലേ കിട്ടുക? കെ ഈക്വൽ ടു 3. ഇവിടെ എ സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. എ സ്ക്വയർ 25 ആണ്. എ ഈക്വൽ ടു √25 ആണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നോക്കൂ എച്ച് കെ സെന്റർ ആണെങ്കിൽ നമ്മുടെ സെന്റർ പോയിന്റ് ഏതാ? -2,3 അല്ലേ? ഓക്കെ, അപ്പൊ സെന്റർ -2, 3 ആയിട്ടുള്ള റേഡിയസ് 5 ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഏത്? ഇത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, എച്ച് കെ എന്നുള്ളത് ആയിരിക്കും -2, 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ദി സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദി സർക്കിൾ ഓഫ് റേഡിയസ് 2 സെന്റേർഡ് അറ്റ് 3,4. ഓക്കെ, സെന്റർ 3,4 ആയിട്ടുള്ള റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? എച്ച് കെ സെന്ററും എ റേഡിയസും ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ഈ എച്ചിന്റെയും കെന്റെയും വാല്യൂ എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ നോക്കൂ എക്സ് മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്ന് പറഞ്ഞാൽ അടുത്ത സെന്ററിൽ അടുത്ത കോർഡിനേറ്റ് ഏതാണ്? 4. വൈ മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു സെന്റർ നമ്മുടെ റേഡിയസ് എ ആണ്. അപ്പൊ റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട് റേഡിയസ് 2. അപ്പൊ നമ്മൾ എക്ക് 2 കൊടുക്കാം, 2 സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 സ്ക്വയറിനെ വേണമെങ്കിൽ 4 സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഇതിന്റെ സെന്റർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ കിട്ടില്ല. നമ്മൾ ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3. ഈ ഇക്വേഷന്റെ സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കുക. നോക്കൂ, ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാം. നോക്കൂ, ഇവിടെ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ -1 അല്ലേ? എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് ഈക്വൽ -1 ആണ്, എച്ച് ഈക്വൽ ടു 1. അപ്പൊ എച്ച് കിട്ടി, എച്ച് 1 ആണ്. ഇതുപോലെ നോക്കൂ മൈനസ് കെ ഈക്വൽ ടു 5 ആണല്ലോ. ഓക്കെ, മൈനസ് കെ ഈക്വൽ ടു 5 ആണ്. ഈ മൈനസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ എന്തായി? ഇംപ്ലൈസ് കെ ഈക്വൽ ടു -5 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കൂ എച്ച് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സർക്കിളിന്റെ സെന്റർ ആണല്ലോ. സെന്റർ എച്ച് കെ ആയിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ സെന്റർ എച്ച് കെ നമുക്ക് കിട്ടി. എച്ച് 1 ആണ്, കെ എത്രയാണ്? -5 ആണ്. ഓക്കെ, ഇനി റേഡിയസ് എ സ്ക്വയർ ഇവിടെ കമ്പയർ ചെയ്യാം. ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, എ സ്ക്വയർ 3 ആണെങ്കിൽ നോക്കൂ എ സ്ക്വയർ 3 ആണെങ്കിൽ നമുക്ക് എനെ എങ്ങനെ എഴുതാം? റൂട്ട് എടുത്താൽ പോലെ സ്ക്വയർ ഒഴിവാക്കണം, നമ്മൾ റൂട്ട് എടുക്കാം. √3. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? √3 ആണ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, ഇതിനാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 4x മൈനസ് 6y മൈനസ് 3 ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാം. നമുക്കറിയാം സെന്ററും റേഡിയസും കിട്ടണമെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം നമുക്ക് അറിയണം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റണം. സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, എച്ച് കെ സെന്റർ ആയിട്ട് എ റേഡിയസ് ഉള്ള സർക്കിളിന്റെ ഇക്വേഷൻ ഇതാണ്, നമുക്കറിയാം. നമ്മൾ ഈ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നോക്കൂ ലെഫ്റ്റ് സൈഡിലാണ് എക്സും വൈ ഒക്കെ ഉള്ളത്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ ഈ ഇക്വേഷനിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എക്സും വൈകളെല്ലാം കുറെ ടേം ഉണ്ട്. ഇതൊക്കെ എക്സും വൈകളുടെ ടേമാണ്. ഇതിൽ -3 എന്തില്ല എക്സും വൈ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ -3 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. കാരണം എന്താണ്? ഇവിടെ എ എന്നുള്ളൊരു നമ്പർ ആണ്.
ഓക്കെ, നമ്മൾ നമ്പറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നുള്ള നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, ഇക്വേഷൻ എന്തായിട്ട് മാറും? അതേപോലെ നമ്മൾ എക്സ് ഉള്ളതിനൊക്കെ ഒരുമിച്ച് എഴുതാം. നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് അതിന്റെ കൂടെ 4x ഒരുമിച്ച് എഴുതി, 4x. പിന്നെ വൈ സ്ക്വയർ ഉണ്ട്, പിന്നെ -6y ഉണ്ട്, വൈനൊക്കെ ഒരുമിച്ച് എഴുതി. ഓക്കെ, ഈക്വൽ ടു -3 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +3 ആയി. ഓക്കെ, ഞാൻ ആദ്യം ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ് ഉള്ളത് നമ്മളൊരു ബ്രാക്കറ്റ് ഇടും, വൈ ഉള്ളത് നമ്മളൊരു ബ്രാക്കറ്റ് ഇടും. ഓക്കെ, അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി നോക്കൂ, x² + 4x. ഓക്കെ, നോക്കൂ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ ബ്രാക്കറ്റ് നോക്കി കഴിഞ്ഞാൽ x² + 4x എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. കാരണം എന്താ? എക്സിന്റെ വലിയ പവർ 2 ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സ്ക്വയർ കംപ്ലീഷൻ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതിന് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലെ എക്സിന്റെ നമ്പർ എടുക്കുക, അത് 4 ആണ്, +4 ആണ്. ആ 4ന്റെ പകുതിയുടെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സിന്റെ അടുത്തുള്ള നമ്പർ 4 ആണ്. ഓക്കെ, ആ 4 എടുക്കുക, ആ 4ന്റെ പകുതി എടുക്കുക, ഈ നമ്പറിന്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനൊരു ബ്രാക്കറ്റ് ചെയ്യാം, പ്ലസ് ഇതേപോലെ y² - 6y. ഇതേപോലെ ഇവിടുത്തെ വൈന്റെ ഇക്വേഷൻ ആണിത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് വൈന്റെ. ഇതേപോലെ ഇതിലെ വൈന്റെ അടുത്തുള്ള നമ്പർ -6 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? -6ന്റെ പകുതി എടുക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? -6ന്റെ പകുതി എടുത്തു, അതിന്റെ സ്ക്വയർ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ഒരൊറ്റ ബ്രാക്കറ്റ് ആയിട്ട് നിർത്തി. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്താണ്? ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഞാൻ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിലാണ് ഈ നമ്പർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡിൽ എന്തുണ്ട്? ഒരു 3 ഉണ്ട്. അപ്പൊ ഇക്വേഷൻ ബാലൻസ് ആയി നിൽക്കണമെങ്കിൽ ലെഫ്റ്റിൽ ആഡ് ചെയ്ത സാധനം റൈറ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4/2ന്റെ സ്ക്വയർ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. അതേപോലെ എന്ത് ചെയ്തു? -6/2ന്റെ സ്ക്വയർ എന്ത് ചെയ്തു? ഞാൻ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്യാം. മുമ്പത്തെ ഇക്വേഷനിലേക്ക് തന്നെ എത്തി, ഇക്വേഷൻ ബാലൻസ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ട്രിക്ക് ആണ്. നോക്കൂ, നമ്മളൊന്ന് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. x² + 4x. 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? ഓക്കെ, നമുക്കത് 2² അല്ലെങ്കിൽ 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2² എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, പ്ലസ് പിന്നെ y² -6y ഇവിടെ ഉണ്ട്. ഓക്കെ, -6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -6ന്റെ പകുതി -3 ആണ്. -3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -3 × -3 +9 ആണ്. അപ്പൊ ഇത് 9 എന്ന് കിട്ടി. ഓക്കെ, ഈക്വൽ ടു 3 + 4/2ന്റെ സ്ക്വയർ എത്രയാണ്? നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് 4 ആണ്. 4 + -6/2ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. ആ 9 ഇവിടെ നമ്മൾ ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇതിൽ x² + 4x + 4, ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ആരുടെ എക്സ്പാൻഷൻ ആണ്? x + 2ന്റെ സ്ക്വയർ ആണിത്. നമ്മൾ a + b ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ a² + 2ab + b² ചെയ്യില്ലേ? അതേ രൂപത്തിൽ നമ്മൾ x + 2 സ്ക്വയർ എടുത്താൽ മതി. ഓക്കെ, പ്ലസ് നോക്കൂ, ഇത് a² - 2ab + b² ഫോം അല്ലേ? എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? y മൈനസ് ഇവിടെ 9ന്റെ റൂട്ട് ആരാണ്? 3. y - 3ന്റെ സ്ക്വയർ ആണിത്. ഓക്കെ, y - 3ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഈക്വൽ ടു നമുക്ക് 4ഉം 3 ആഡ് ചെയ്താൽ 7, 7 ഞാൻ ആഡ് ചെയ്താൽ 16 എന്നാണ് കിട്ടുക. ഓക്കെ, ഈ 16 എനിക്ക് ഒരു സ്ക്വയർ ഫോമിൽ എഴുതണ്ടേ? a² ഫോമിൽ എഴുതണ്ടേ? അപ്പൊ 16 ആരുടെ സ്ക്വയർ ആണ്? 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ അതിനെ 4² എന്ന് എഴുതി. ഇപ്പൊ നോക്കൂ, ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാണ്? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു a². ഇതൊരു കമ്പയർ ചെയ്യുമ്പോൾ നോക്കൂ, -h = 2 എന്നാണ് കിട്ടുക. ഓക്കെ, -h = 2 എന്ന് കമ്പയർ ചെയ്യുമ്പോൾ h = -2. ഓക്കെ, h -2 എന്ന് കിട്ടി. നോക്കൂ, -k = -0 എന്ന് പറയുമ്പോൾ k = 3 എന്ന് കിട്ടി. k = 3 എന്ന് കിട്ടി. നോക്കൂ, a² 4² ആണ്, a = 4 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ സെന്റർ hk ആരാണ്? സെന്റർ h, k ആരാണ്? -2, 3 ആണ്. ഓക്കെ, ഇതാണ് സെന്റർ. അതുപോലെ റേഡിയസ് ഏതാണ്? 4 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്തത് എന്താണ്? ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റ്, ചെറിയ ചില സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്നതിന് ആ ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർക്കിളിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും. അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ് ഒരു സർക്കിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മുടെ കയ്യിൽ എന്താണ് ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? നമുക്ക് എ എന്ന് എടുക്കാം. എ ആണ് ഇതിന്റെ റേഡിയസ്. ഓക്കെ, എച്ച് കോമ കെ ആണ് ഇതിന്റെ സെന്റർ. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ എന്താണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൗണ്ടറി ഇല്ലാതെ ഇതിന്റെ ഉൾഭാഗം മാത്രം നമ്മൾ എടുക്കുക. ഓക്കെ, ഉൾഭാഗം എന്ന് പറയുമ്പോൾ ഉൾഭാഗത്തുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ എടുക്കുക. ഇതാണ് ഇതിന്റെ ഇന്റീരിയർ. ഓക്കെ, ഇനി ഇതിന്റെ എക്സ്റ്റീരിയർ എന്ന് എന്താണ്? ഇതിന്റെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ എടുക്കുക. ഓക്കെ, പുറത്തേക്കുള്ള പോയിന്റ്സ് എടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ. സിമ്പിൾ ആയിട്ട് അത്ര മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അതിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നോക്കാം. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമുക്ക് നമ്മുടെ സർക്കിളിന്റെ ഇതാണ് നമ്മുടെ സർക്കിൾ ഇക്വേഷൻ എന്താ വരിക? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് ഈ ഇക്വേഷന്റെ ഈ സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്കറിയാം. ഇത് നോക്കൂ, ഇതിന്റെ ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ എന്നാണ്. നോക്കൂ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റ് എച്ച് കെയും ഇവിടുത്തെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? എല്ലാം റേഡിയസ് ആണല്ലോ. ഇതാണ് റേഡിയസ് എ. ഇങ്ങോട്ട് എടുത്താലും അതെന്താണ്? ലെങ്ത് സെയിം തന്നെയാണ്. ഇത് എ ആണ്. അപ്പൊ നോക്കൂ, ശരിക്കും ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻസൈഡ് പെടൂല. ഈ പോയിന്റ്സ് ഇങ്ങനെ കുറെ പോയിന്റ്സ് എടുക്കാം. നോക്കൂ, ഈ പോയിന്റ്സ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ സർക്കിൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് എന്താണ്? ഈ എച്ച് കെ എന്നുള്ള ഈ മിഡിലുള്ള ഈ പോയിന്റും കറക്റ്റ് എ ഡിസ്റ്റൻസിൽ ഈ എച്ച് കെ എന്നുള്ള പോയിന്റ് മിഡിൽ നിന്ന് കറക്റ്റ് എ ഡിസ്റ്റൻസിലുള്ള പോയിന്റുകളാണ് ഏത്? ഇതൊക്കെ. ഓക്കെ, ഈ ഞാൻ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് ഒക്കെ എന്താണ്? എ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സർക്കിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഈ എനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസ് എടുക്കുക എന്ന് എന്താണ്? ഞാൻ എന്ത് ചെയ്തു? എനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. നോക്കൂ, ഇതാണല്ലോ എ ഡിസ്റ്റൻസ് ആ റേഡിയസ് വരെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇത് എനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ. അത് എ സ്ക്വയറിന് ഈക്വൽ അല്ല, എനേക്കാൾ കുറവാണ്. അപ്പൊ ലെസ് ദാൻ എ സ്ക്വയറിന് വരണം നമുക്കതിനെ. അപ്പൊ ഇങ്ങനത്തെ പോയിന്റ്സിന്റെ കളക്ഷൻസ് ആണ് എന്ത്? സർക്കിളിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇനി സർക്കിളിന്റെ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഞാൻ എന്ത് ചെയ്തു? പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്തു? പുറത്തെടുത്തു. ഓക്കെ, പുറത്തൊരു പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് എച്ച് കെ എന്നുള്ള പോയിന്റും ഈ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് എന്താണ്? എനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ. എ സ്ക്വയറിനേക്കാൾ കൂടുതലാണ് എന്ത്? നമ്മളെ എ എന്നുള്ള റേഡിയസിനേക്കാൾ കൂടുതലാണ് എന്ത്? നമ്മളെ ഈ എച്ച് കെയും ഈ പുറത്തുള്ള പോയിന്റ് നമ്മളെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മളിവിടെ ബേസിക് ആയിട്ട് എഴുതുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നൊക്കെ എന്താണ്? ഇതൊരു എക്സ് വൈ എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഇതൊരു എക്സ് വൈ എന്നുള്ള പോയിന്റ് ആണ് ഈ പോയിന്റ്. ഓക്കെ, ഇവിടെ എച്ച് കെയും എക്സ് വൈ നമ്മളെ ഡിസ്റ്റൻസ് എനേക്കാൾ കുറവാണ്. അതാണ് ഈ ഇക്വേഷൻ. നോക്കൂ, ഈ എച്ച് കെയും എക്സ് വൈയും നമ്മളെ ഡിസ്റ്റൻസ് എന്താണ്? എ എന്നുള്ള റേഡിയസിനേക്കാൾ കൂടുതലാണ്, റേഡിയസിന്റെ പുറത്തേക്കാണ്. ഓക്കെ, അപ്പൊ എച്ച് കെയും എക്സ് വൈയും നമ്മളെ ഡിസ്റ്റൻസ് എന്താണ്? എനേക്കാൾ കൂടുതലാണെന്ന് പറയുന്ന ഇക്വേഷൻ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് സർക്കിളിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും. ഓക്കെ, ഇത് ഇൻസൈഡിന്റെ ഇക്വേഷൻ ആണ്, ഇത് ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് എന്താണ്? സെന്റർ 0 ആയിട്ടുള്ള 1 യൂണിറ്റിനേക്കാൾ കുറഞ്ഞ റീജിയൻ. അതാണ് ഇന്റീരിയർ ഓഫ് ദി യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതാണ് 0 എന്ന് വിചാരിക്കാം സെന്റർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഒരു 1 യൂണിറ്റ് ഉള്ള സർക്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് 1, ഇതാണ് -1, ഇത് 1 -1. ഓക്കെ, ഇതാണ് 2, ഇത് -2, ഇത് 2, ഇത് -2. ഓക്കെ, നോക്കൂ, റേഡിയസ് 1 ആയിട്ടുള്ള, നോക്കൂ ഈ ലെങ്ത് 1 അല്ലേ, ഇതൊക്കെ 1 അല്ലേ. ഓക്കെ, അപ്പോൾ 1 റേഡിയസ് ഉള്ള സെന്റർ 0 ആയിട്ടുള്ള സർക്കിൾ ഏതാണ്? യൂണിറ്റ് സർക്കിൾ ആണ്. നോക്കൂ, ഇതിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ് പോയിന്റ്സ് വരിക? ഇതാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും: എക്സ് മൈനസ് 0 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 സ്ക്വയർ ലെസ് ദാൻ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ 1 വരിക. ഓക്കെ, ഇത് നമുക്ക് അതിന്റെ സർക്കിളിന്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ഈ പോയിന്റ്സും കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ
ലെസ് ദാൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കിയാൽ മതി. ഓക്കെ, അതാണ് അവിടുത്തെ മാറ്റം. ഇനി ഗ്രേറ്റർ ദാൻ ആക്കുമ്പോൾ എന്താ വരിക? സർക്കിളിന്റെ പുറംഭാഗമാണ് ഗ്രേറ്റർ ദാൻ 1ന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, ഇനി സർക്കിൾ ഉൾപ്പെടെ സർക്കിളിന്റെ പുറംഭാഗത്തേക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കിയാൽ മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, യൂണിറ്റ് സർക്കിൾ പ്ലസ് ഇറ്റ്സ് എക്സ്റ്റീരിയർ. യൂണിറ്റ് സർക്കിളും വരും, അതിന്റെ പുറംഭാഗവും വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പാരാബോളിക് ഗ്രാഫ്സ്. എന്താണ് പാരാബോളിക് ഗ്രാഫ് എന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, y = 3x² അല്ലെങ്കിൽ y = -5x². നോക്കൂ, ഈ ഇക്വേഷനൊക്കെ ഏത് ഫോമിലാണ് ഉള്ളത്? 3x² -5x² എന്ന് പറഞ്ഞാൽ x²ന്റെ കൂടെ എന്തുണ്ട്? ഒരു നമ്പർ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? y = ax². ഓക്കെ, x²ന്റെ കൂടെ ഒരു നമ്പർ a ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 3 ആണ്, ഇവിടെ -5 ആണ്. അപ്പൊ ഈ ഫോമിലുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയാം? പരാബോള എന്ന് പറയാം. ഓക്കെ, പരാബോള. ഇനി അതിന്റെ ആക്സിസ് ഏതാണ്? ഹൂസ് ആക്സിസ് ഈസ് ദ y ആക്സിസ്. ഓക്കെ, y ആക്സിസ് ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷൻ ഏതാണ്? y = ax² എന്നുള്ളതാണ്. ഓക്കെ, ഇത് നോക്കൂ, ഇവിടെ ഒരു വേർട്ടെക്സ് പറയുന്നുണ്ട്. പരാബോളക്ക് ഒരു വേർട്ടെക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദി പരാബോളാസ് വേർട്ടെക്സ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? പോയിന്റ് വേർ ദ പരാബോള ആൻഡ് ആക്സിസ് ക്രോസ്. നമ്മുടെ ആക്സിസ് എക്സ് അല്ലെങ്കിൽ വൈ, നമ്മുടെ y ആക്സിസും പരാബോളയും ക്രോസ് ചെയ്യുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആ പോയിന്റിനാണ് എന്ത് പറയാ? വേർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, ലൈസ് അറ്റ് ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0, 0-ലാണ് ആ നമ്മളെ പരാബോളന്റെ ഷേപ്പും ഗ്രാഫും നമ്മുടെ y ആക്സിസും കൂട്ടിമുട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ പരാബോളന്റെ വേർട്ടെക്സ് എന്താണ്? ഒറിജിനിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് വേർട്ടെക്സ് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ പരാബോളന്റെ ഗ്രാഫ് നമ്മുടെ y ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? നമ്മുടെ വേർട്ടെക്സ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഈ പരാബോള ഓപ്പൺസ് അപ്വേർഡ് ഇഫ് a ഗ്രേറ്റർ ദാൻ 0. ഇവിടുത്തെ a എന്നുള്ള നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അത് മുകളിലേക്കാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഡൗൺവേർഡ് ഇഫ് a ലെസ് ദാൻ 0. ഇവിടുത്തെ a ന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ -5 അല്ലേ? അപ്പൊ അത് മൈനസ് ആണെങ്കിൽ പരാബോള ഇങ്ങനെ താഴേക്ക് തുറന്നിരിക്കും. നമുക്ക് അതിന്റെ ഷേപ്പ് നോക്കാം. നോക്കൂ, ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് കാണാം y = 2x². ഇത് ഏത് ഫോമിലാണുള്ളത്? y = ax² ഫോമിലാണ് ഉള്ളത്. ഇപ്പൊ നോക്കൂ, ഈ y = ax² ഗ്രാഫ് ഏതാണ്? ഇതില് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതാണ് y = ax² ഗ്രാഫ്. നോക്കൂ, ഇതില് a എന്നുള്ള നമ്പർ ഇവിടെ ഏതാണ്? 2 ആണ്. അത് പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് ആണ്, അത് മുകളിലേക്കാണുള്ളത് അല്ലേ? മുകളിലേക്ക് ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കൂ വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ y = -x². നോക്കൂ, അതേപോലെ ഇതിന്റെ വേർട്ടെക്സ് ഏതാണ്? വേർട്ടെക്സ് എന്താണ്? ഈ റെഡ് ഷേപ്പ്, ഈ കേർവും നമ്മുടെ y ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്? ഇവിടെയാണ്. അപ്പൊ ഈ 0, 0 ആണ് ഇതിന്റെ വേർട്ടെക്സ്. ഓക്കെ, അതേപോലെ നോക്കൂ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് നോക്കൂ, ഇവിടെ y = -x² എന്നുള്ള ഒരു പരാബോളന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, y = -x² എന്ന് പറയുമ്പോൾ y = -x² എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് -1 × x² എന്ന് എഴുതാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ y = ax² ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ a -1 ആണ്. അപ്പൊ a നെഗറ്റീവ് ആണെങ്കിൽ താഴത്തേക്കാണ് ഇത് തുറന്നിരിക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നോക്കൂ, ഈ x ന്റെ അടുത്തുള്ള നമ്പർ അത് 2 ഉള്ളത് 1/2 ആയി, 1/2 ഉള്ളത് 1/10 ആയി. കുറഞ്ഞു വരുന്നതിനനുസരിച്ച് x ന്റെ അടുത്തുള്ള നമ്പർ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് പരാബോള ഇങ്ങനെ ഓപ്പൺ ആയി വൈഡർ ആയിട്ട് വരും. നോക്കൂ, ഇതാണ് നമ്മുടെ x²/2 ന്റെ ഗ്രാഫ്. സോറി, ഇതല്ല, ഇതാണ് നമ്മുടെ x²/2 ന്റെ ഗ്രാഫ്. ഇനി അത് കുറച്ചുകൂടെ ഈ x² അടുത്തുള്ള നമ്പർ കുറച്ചുകൂടെ ചെറുതാവുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ആയിട്ട് വരും. അപ്പൊ വൈഡർ ആയിട്ട് വരും നമ്പർ ചെറുതാവുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പരാബോളയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ദി ലാർജർ ദ വാല്യൂ ഓഫ് മോഡ് a ന്റെ അടുത്തുള്ള നമ്പറിന്റെ പോസിറ്റീവ് വാല്യൂ ലാർജർ ആവുന്നതിനനുസരിച്ച് ദ നാരോവർ ദ പരാബോള. പരാബോള എന്ത് ചെയ്യും? ഇങ്ങനെ ഓപ്പൺ ആയി നാരോ ആയിട്ട് വരും. ഓക്കെ, ഇത് നോക്കൂ, ഇനി എക്സിനെ വൈനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കൂ, y = ax² അല്ലേ? അതിൽ എക്സിനെ വൈനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടും ചേഞ്ച് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ ഉണ്ടായി x = ay² ആയി. ഇവിടുത്തെ പരാബോളന്റെ ഷേപ്പ് ഈ ഫോമിലുണ്ടായിരിക്കുക. കണ്ടില്ലേ? റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഓപ്പൺ ആയിട്ടാണ് ഇവിടുത്തെ പരാബോള ഉണ്ടായിരിക്കുക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ x =
2y² എന്നുള്ള പരാബോള എടുക്കാം നമ്മൾ. നോക്കൂ, ഈ റെഡിൽ മാർക്ക് ചെയ്താണ് x = 2y². ഇത് എന്ത് ഫോമിലുള്ളത്? x = ay² ഫോമിലാണ്. ഇവിടെ a ആരാണ്? 2 ആണ്. ഓക്കെ. അതേപോലെ ഇവിടെ വേർട്ടെക്സ് ഏതാണ്? x ആക്സിസിനെ ഈ പരാബോള ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വേർട്ടെക്സ് 0 0 ആണ്. ഇനി നോക്കൂ, ഈ y ന്റെ അടുത്തുള്ള നമ്പർ ചെറുതാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഓക്കെ, പരാബോള നാരോ ആയിട്ട് പോകും. ഓക്കെ, അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ a എന്നുള്ള വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോക്കൂ, x = -y². നോക്കൂ, അത് ലെഫ്റ്റിലേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇവിടെ y ന്റെ അടുത്തുള്ള നമ്പറിന്റെ മോഡുലസ് വലുതാവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചെറുതാവുന്നതിനനുസരിച്ച് അത് വൈഡർ ആയിട്ട് പോകും. ഓക്കെ, ഇതാണ് പരാബോളയുടെ ഇക്വേഷൻസ്, അതിന്റെ ഫിഗർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ചാണ്. നോക്കൂ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കൂ, y = ax² + bx + c where a ≠ 0. നോക്കൂ, ഈ ഫോമിലുള്ള ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് പറയാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഓക്കെ, ഇവിടെ a 0 ആയി കഴിഞ്ഞാൽ ഈ x² ടേം ഉണ്ടാവില്ല. അപ്പൊ ഇതെന്തായി? ഫസ്റ്റ് ഡിഗ്രി ആയി പോകും. കാരണം x ന്റെ പവർ ഇവിടെ 1 ആണ് വരിക. ഓക്കെ, അതുകൊണ്ട് a 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് ദി ഇക്വേഷൻ y = ax² + bx + c ഈസ് എ പരാബോള. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? ഒരു പരാബോള ആയിരിക്കും. ഓക്കെ, പരാബോളിക് ഷേപ്പ് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ഒരു 1-2 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ദ പരാബോള ഓപ്പൺസ് അപ്വേർഡ് ഇഫ് a > 0. ഓക്കെ, ഇവിടുത്തെ a എന്നുള്ള നമ്പർ ഇല്ലേ, ഈ a എന്നുള്ള നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്കായിരിക്കും തുറന്നിരിക്കുക. ഓക്കെ, ആൻഡ് ഡൗൺവേർഡ് ഇഫ് a < 0. a ന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ പരാബോള താഴേക്കായിരിക്കും തുറന്നിരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളെ ഷേപ്പ് ഇതാ ഒന്നുകിൽ മുകളിലേക്ക് ഇങ്ങനെ ആയിരിക്കും, a പോസിറ്റീവ് ആണെങ്കിൽ, a നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ താഴേക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് രണ്ടിലേതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി ആക്സിസ് കണ്ടുപിടിക്കണം. ദി ആക്സിസ് ഈസ് ദ ലൈൻ x = -b/2a. നമ്മുടെ ആക്സിസ് ഇല്ലേ, നമ്മുടെ ആക്സിസ് എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ആക്സിസ് ആണ്? ഈ ആക്സിസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? x = -b/2a ചെയ്താൽ മതി. ഓക്കെ, -b/2a ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിസ് ലൈൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ വേർട്ടെക്സ്, ദി വേർട്ടെക്സ് ഓഫ് ദി പരാബോള എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പോയിന്റ് വേർ ദി ആക്സിസ് ആൻഡ് പരാബോള ഇന്റർസെക്ട്. പരാബോളയും നമ്മുടെ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ വേർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് പറയുമ്പോൾ അതൊരു പ്ലെയിനിലാണല്ലോ നമ്മൾ വരയ്ക്കുന്നത്. അതിനൊരു x കോർഡിനേറ്റും y കോർഡിനേറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ആ പരാബോളയുടെ വേർട്ടെക്സിന്റെ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? ഇതാണ്, x = -b/2a. ഇതേ ഇക്വേഷൻ തന്നെയാണ് വരിക. ഓക്കെ, x = -b/2a. ഇനി അതിന്റെ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ കിട്ടിയ x നെ നമ്മളെ പരാബോളയുടെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കിട്ടിയ x ന്റെ വാല്യൂവിനെ നമ്മൾ പരാബോളയുടെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y കോർഡിനേറ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗ്രാഫിംഗ് എ പരാബോള. ഓക്കെ, എങ്ങനെ ഒരു പരാബോള ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും നോക്കാം. ഗ്രാഫ് ദി ഇക്വേഷൻ y = -1/2x² - x + 4. നോക്കൂ, ഇത് x² ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് ഒരു പരാബോള ആയിരിക്കും വരിക, നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഏതാണ്? y = ax² + bx + c എന്നുള്ള ഇക്വേഷൻ ഒരു കമ്പയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ എന്താ ചെയ്യാം? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യും? a ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും, b ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും, c ന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യും. നോക്കൂ, a ന്റെ വാല്യൂ ഇവിടെ x² ന്റെ അടുത്തുള്ള നമ്പർ ആണ് a ന്റെ വാല്യൂ. ഓക്കെ, നമുക്കിവിടെ x1 അടുത്തുള്ളത് a ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ -1/2 ആണ്. a എന്ത് കിട്ടി? -1/2 നമുക്ക് കിട്ടി. ഓക്കെ, a = -1/2. നോക്കൂ, b എന്നുള്ളത് x ന്റെ അടുത്തുള്ള നമ്പറാണ്. അപ്പൊ ഇവിടെ x ന്റെ അടുത്തുള്ള നമ്പർ -1 ആണ്, അവിടെ ഒന്നുമില്ലെങ്കിൽ -1 ആണ്. ഓക്കെ, ഇനി c എന്നുള്ളത് ലാസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. c ഇവിടെ എത്രയാണ്? 4. ഓക്കെ, അവിടെ -4 ആണെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് സൈൻ കൂടെ ഇടണം, -4 എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കാം, ഇനി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പരാബോള മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ള ഷേപ്പ് നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കൂ, a ന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, a ന്റെ വാല്യൂ നെഗറ്റീവ് ആണ് താഴേക്ക്. ഇവിടെ a ന്റെ വാല്യൂ മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ a ന്റെ വാല്യൂ -1/2 ആണെന്ന് പറഞ്ഞാൽ ഇത് <0 ആണ്.
എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരാബോള ഡൗൺവേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ താഴെ ഈ ഫോമിൽ ഇങ്ങനെ താഴേക്കായിരിക്കും പരാബോളന്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ ഡയറക്ഷൻ മനസ്സിലാക്കി വെക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആക്സിസും വേർട്ടെക്സും ഫൈൻഡ് ചെയ്യാം. അപ്പൊ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? x ഈക്വൽ ടു മൈനസ് ബി ബൈ ടു എന്നുള്ളൊരു ഇക്വേഷൻ ഇവിടെ കാണാം. ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ x ഈക്വൽ ടു മൈനസ് ബി ബൈ ടു എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യാം. അപ്പൊ നോക്കൂ, മൈനസ് ഇവിടെ b എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. അപ്പൊ -1 ബൈ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി പോകും. അപ്പൊ മുകളിൽ 1 ആ വരിക. ഓക്കെ, ഇനി നോക്കൂ, ഈ 2 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് മേലെ ഒന്നും താഴെയാണ്. പിന്നെ താഴെ -1 ഉണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 ബൈ -1, ഈ മൈനസ് മേലേക്ക് എഴുതിയാൽ മതി. താഴെ നമ്മൾ മൈനസ് സാധാരണ എഴുതാറില്ല. -1 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. അപ്പൊ എക്സിന്റെ വാല്യൂ -1 എത്തി. എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ ഈ പരാബോള വരയ്ക്കുന്ന സമയത്ത് ഓക്കെ x ഈക്വൽ ടു -1 എന്നുള്ള പോയിന്റ് എവിടെ വരിക? ഇതാ നമ്മളെ x1 -1. ഓക്കെ, x ഈക്വൽ ടു -1 എന്നുള്ള ലൈൻ എടുക്കുക. നോക്കൂ, ഇതാണ് x ഈക്വൽ ടു -1 എന്നുള്ള ലൈൻ. ഇതായിരിക്കും നമ്മുടെ പരാബോളയുടെ ആക്സിസ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആക്സിസ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേർട്ടെക്സ് കിട്ടണം. ഏതാണ് വേർട്ടെക്സ് എന്ന് മനസ്സിലാക്കണം. വേർട്ടെക്സ് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ x പോയിന്റും y പോയിന്റും കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ x പോയിന്റ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആക്സിസിന്റെ പോയിന്റ് തന്നെയാണ് നമ്മുടെ വേർട്ടെക്സിന്റെ x കോർഡിനേറ്റ് വരിക. ഇനി y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ y ഈക്വൽ ടു നമ്മുടെ തന്ന ഇക്വേഷൻ ഏതാണ്? -1 ബൈ 2 x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 4 എന്നുള്ള ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ -1 എന്നുള്ള നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കൂ, പുട്ട് x ഈക്വൽ ടു -1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇനി നമ്മൾ yയിൽ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കിട്ടിയ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നോക്കൂ, y ഈക്വൽ ടു -1 ബൈ 2 അങ്ങനെ തന്നെ എഴുതാം. എക്സ് സ്ക്വയറിൽ എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? -1 കൊടുക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ എക്സിന് -1 കൊടുക്കുക. -1ന്റെ സ്ക്വയർ എന്താണ്? അത് 1 ആ വരിക. ഓക്കെ, അപ്പൊ 1 മൈനസ്, പിന്നെ എക്സിന് ഇവിടെ വീണ്ടും -1 കൊടുക്കുക. അപ്പൊ ഇവിടെ -1. ഓക്കെ, പ്ലസ് 4. അപ്പൊ നോക്കൂ, -1 ബൈ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് -1നോട് -1 ബൈ 2 മൾട്ടിപ്ലൈ ചെയ്താൽ -1 ബൈ 2 തന്നെ. ഇവിടെ -1 എന്താവും? അത് +1 ആവും. ഓക്കെ, പിന്നെ +4 ഉണ്ട്. എന്ന് പറഞ്ഞാൽ 4ഉം 1ഉം 5 ആയി. 5 -1 ബൈ 2 എന്നല്ലേ വരിക? ഓക്കെ, എന്ന് പറഞ്ഞാൽ നോക്കൂ, നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 2 10 -1. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ എങ്ങനെയാണ്? 5 ഇൻറ്റു 2 -1 എഴുതാം, താഴെയുള്ള 2 എഴുതാം. ഓക്കെ, ഇത് 10 -1 എന്ന് പറയുമ്പോൾ 9 ബൈ 2. ഓക്കെ, അപ്പൊ 9 ബൈ 2 എന്ന് പറയുമ്പോൾ 4.5 4.5 ആണ് നമ്മുടെ ഏത് പോയിന്റ്? നമുക്ക് 9 ബൈ 2 എന്ന് എഴുതിയാൽ മതി, നമ്മുടെ y കോർഡിനേറ്റ്. അപ്പൊ നമ്മുടെ x, y എന്നുള്ള കോർഡിനേറ്റ് ഏതാ കിട്ടുക? x നമുക്കറിയാം -1 ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, y കോർഡിനേറ്റ് ഏതാണ്? 9 ബൈ 2. ഓക്കെ, അപ്പൊ നമ്മുടെ ആക്സിസ് ഏതാണ്? x ഈക്വൽ ടു -1 എന്നുള്ള ലൈനാണ്, കുത്തനുള്ള ലൈനാണ്. നമ്മുടെ വേർട്ടെക്സ് ഏതാണ്? -1, 9 ബൈ 2 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് x ഇന്റർസെപ്റ്റ് ആണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മളത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് y-നെ 0 എന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സെറ്റ് y ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷനിൽ y-നെ 0 എന്ന് സെറ്റ് ചെയ്തിട്ട് x-ന്റെ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. അതാണ് എന്ത്? x ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇവിടെ തന്ന ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു -1 ബൈ 2 x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 4 എന്നുള്ളതാണ് നമ്മുടെ given ഇക്വേഷൻ, തന്ന ഇക്വേഷൻ. ഇതിൽ y-ന് 0 കൊടുത്താൽ എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് 0 കിട്ടും. ഓക്കെ, റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ ഇക്വേഷൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാൻ പോണ്. ഞാൻ ആദ്യം റൈറ്റ് സൈഡിലുള്ള ഇത് ലെഫ്റ്റിലേക്ക് എഴുതി, -1 ബൈ 2 x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 4. പിന്നെ ഇവിടെ 0, y-ക്ക് 0 കൊടുക്കണം ലെഫ്റ്റിൽ. ആ 0 ഞാൻ റൈറ്റിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, 0 ഇക്വേഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. നോക്കൂ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ല. x സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. നോക്കൂ, ഇതിനെ ഞാനിവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കാരണം ഇവിടെ 1 ബൈ 2 ഉണ്ടല്ലോ, ആ ഡിനോമിനേറ്ററിലെ 2നെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ വിത്ത് 2 കംപ്ലീറ്റ് 2 കൊണ്ട് അല്ലെങ്കിൽ -2 കൊണ്ട് എന്തെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്താ കിട്ടുക? അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 2ഉം 2ഉം കട്ടായി പോകും. അപ്പോൾ -x സ്ക്വയർ പിന്നെ -2x പ്ലസ് പിന്നെ 2 ഇൻറ്റു -x എന്ന് പറയുമ്പോൾ -2x ആയി. പിന്നെ 2 ഇൻറ്റു 4 അത് 8 ആവും, 0.
ഓക്കെ, റൈറ്റ് സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into 0 0 ആയി പോകും. ഓക്കെ, നോക്കൂ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനും കുഴപ്പമില്ല. ഓക്കെ, നോക്കൂ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്കറിയാം x ഈക്വൽ ടു, നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2 into a എന്നുള്ളതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മൈനസ്, ഇവിടെ b എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ അടുത്തുള്ള നമ്പർ. ഓക്കെ, ഇതാണ് a, x സ്ക്വയറിന്റെ അടുത്തുള്ള നമ്പർ, എക്സിന്റെ അടുത്തുള്ള നമ്പർ ആണ് b, കോൺസ്റ്റന്റ് ആണ് c. ഓക്കെ, അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ -b എന്ന് പറയുമ്പോൾ മൈനസ്, ഇക്വേഷനിലെ മൈനസ് കൊടുത്തു, പിന്നെ b ന്റെ വാല്യൂ എത്രയാണ്? -2. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ -2 ന്റെ സ്ക്വയർ മൈനസ് 4 into a into c, 4 into a എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ എക്ക് -1 ആണ്, -1 into c എന്ന് പറഞ്ഞാൽ എത്രയാണ്? +8. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 into a എന്ന് പറയുമ്പോൾ 2 into a എന്ന് പറഞ്ഞാൽ ഇവിടെ -1 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ മൈനസ് എന്ന് പറയുമ്പോൾ അത് 2 ആയി. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആയി. ഓക്കെ, 4 ആയി മൈനസ്, പിന്നെ -4 into -1 into 8 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? 32. 4 into 1 into 8 32 ആയി. പിന്നെ അവിടെ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയി പോകും. ഓക്കെ, പ്ലസ് 32 ആവും. ഡിവൈഡ് ബൈ 2 into -1 -2 വരും. ഓക്കെ, ഇവിടെ 2 പ്ലസ് ഓർ മൈനസ്, ഇത് 32 4 36 ആണ്. റൂട്ട് 36 ആണ് എത്രയാണ്? 36ന്റെ റൂട്ട് 6 ആണ്. അപ്പോൾ 6 വരും ബൈ -2. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്ഷൻ വരും അല്ലേ? 2 പ്ലസ് 6 ബൈ -2 വരും, അതേപോലെ ഓർ 2 -6 ബൈ -2 വരും. ഓക്കെ, രണ്ട് ആൻസർ വരും എന്ന് പറഞ്ഞാൽ 2 6 8, 8 ബൈ -2 എത്രയാണ്? -4. അതേപോലെ 2 -6 എന്ന് പറഞ്ഞാൽ -4 ആ വരിക, -4 ബൈ -2 എന്ന് പറയുമ്പോൾ എത്രയാണ്? അത് 2 ആ വരിക. ഓക്കെ, അപ്പോൾ -4 ഉം 2 ആണ് നമ്മുടെ x ഇന്റർസെപ്റ്റ്. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പരാബോളന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 4 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ 5ാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, നോക്കൂ, ഇനി നമ്മൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. ആക്സിസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? ഡൗൺവേർഡ്, താഴേക്കാണ്. അതിൽ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? x equal to -1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ x equal to -1 എന്നുള്ള ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാ നോക്കാം. നമുക്ക് x equal to എന്നുള്ള ലൈൻ ഇക്വേഷൻ y ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ നമ്മുടെ y ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിന് പാരലൽ ആയിട്ട് x -1 എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇതായിരിക്കും നമ്മുടെ എന്ത് വരിക? നമ്മുടെ ആക്സിസ് വരിക. എന്തിന്റെ? പരാബോളയുടെ ആക്സിസ് വരിക. ഇനി നമുക്കറിയാം ഡൗൺവേർഡ് ഷേപ്പിലായിരിക്കും നമ്മുടെ പരാബോള വരിക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് കിട്ടിയ മറ്റൊരു കാര്യം എന്താണ്? നമുക്ക് ഇവിടുന്ന് ആക്സിസ് മനസ്സിലായി -1. ഇനി വേർട്ടെക്സ് നോക്കൂ, വേർട്ടെക്സ് പോയിന്റ് ഏതൊക്കെയാണ്? -1, 9/2 എന്ന് പറഞ്ഞാൽ ഏതാണ് പോയിന്റ്? -1, ഇത് 9/2 എന്ന് പറയുമ്പോൾ 4.5 ആണ്. അപ്പോൾ -1 4.5 എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, x -1 എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് വരും. ഓക്കെ, x -1 4.5 എവിടെ വരിക? 4ന്റെയും 5ന്റെയും പകുതി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതാണ് പോയിന്റ് വരിക? ഇതാണ് പോയിന്റ്. ഇതാണ് എന്ത്? -1, 9/2 അല്ലെങ്കിൽ 4.5. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ വേർട്ടെക്സ് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? x ഇന്റർസെപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്ന് 2ഉം ഒന്ന് -4ഉം ആണ്. അപ്പോൾ നമ്മൾ x2ഉം x -4 നമ്മൾ അവിടെ മാർക്ക് ചെയ്യാം. നോക്കൂ, x2 എന്ന് പറയുന്നത് ഇവിടെയാണ്, x -4 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ രണ്ട് ഇന്റർസെപ്റ്റിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് ഒരു കർവ് നമ്മൾ ഡ്രോ ചെയ്യാം. അതാണ് നമ്മുടെ പരാബോളയുടെ ഷേപ്പ് വരുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പരാബോള. ഓക്കെ, നമുക്ക് കറക്റ്റ് ഇവിടെ ടച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ടച്ച് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൗൺവേർഡ് ആയിട്ടുള്ള നമ്മളിപ്പം വരച്ച നമ്മുടെ പരാബോളയുടെ ഷേപ്പ് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പരാബോള ഡ്രോ ചെയ്യുക. ഓക്കെ.